ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരിക്കൊന്നും പറ്റിയില്ല, കാരണം നീ എന്നെ ഇടിച്ചേയില്ല. സോറി മാൻ, എനിക്ക് തമാശ കാണിക്കുന്നത് വളരെ ഇഷ്ടമാണ്. വാ, ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. നിങ്ങളിവിടെ തമാശ കളിച്ചിരിക്കുകയാണോ? ഞാൻ പിസ്സ ഉണ്ടാക്കാനായി മേഡത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കും. ആരേത്? വാ, 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 വാ. വാവ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വാവ് എൻട്രി? പറയൂ. സോറി, കൊതുകായിരുന്നു. ഹേ കാട്ട്കർ, ഞാനിതാ എത്തിപ്പോയി. വെൽക്കം മൈ ഡിയർ റോക്കി, വെൽക്കം. കുട്ടികളെ, ഇവനാണ് മിസ്റ്റർ റോക്കി. എന്റെ കുഞ്ഞുനാളിലെ കൂട്ടുകാരനാണ്. ഞങ്ങൾ കുറെ വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. എന്താ ഇദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ കാണാതായതാണോ? അതെ, ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. കുഞ്ഞുനാളിൽ കാണാതെ പോകുന്നവരാണ് വലുതാവുമ്പോ വീണ്ടും വന്ന് കാണുന്നത്. എന്താ ശരിയല്ലേ? നീ വാ, ഞാൻ എന്റെ പെറ്റ്സിനെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. റോക്കി, ഇതാണ് ഹണി, ബണി, പിന്നെ പോപ്പറ്റ്. പിന്നെ ഇവനാണ് സർദാർ. വാവ്, ഇത്രയധികം മൃഗങ്ങൾ. നീ വീട്ടിനകത്ത് സൂ നടത്തുകയാണോ? അല്ല റോക്കി, ഇവരെല്ലാവരും എന്റെ ഇഷ്ടപ്പെട്ട പെറ്റ്സ് ആണ്. ഞങ്ങൾ നല്ലൊരു കുടുംബത്തെ പോലെയാണ്. മൃഗങ്ങളുമായുള്ള ഫാമിലി. വാവ്. ഓ കുട്ടികളെ, ഡോണ്ട് മൈൻഡ്. നമ്മുടെ റോക്കി വെറുതെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ സോർദാറിനെ പോലെ ബൗബൗ എന്നും പറയുന്നുണ്ട്. ഞാൻ ബൗ ബൗ എന്നല്ല, വൗ വൗ എന്നാണ് പറയുന്നത്. അതെ, പക്ഷെ കേൾക്കുന്നവർക്ക് ഒന്നുപോലെ തോന്നുന്നു. നമ്മൾ എന്തിനാണ് ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വാ, നമുക്ക് അകത്തേക്ക് പോകാം. വാവ്, എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾ 3 പേരിൽ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് ഇടിക്കാൻ അറിയുക? പോപ്പട്ടിനറിയാം. ഹണി, എന്റെ സൈസ് വെച്ച് എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോർദാറിനെ കൊണ്ട് ഇടിക്കാൻ കഴിയുകയുള്ളൂ, കാരണം അവന്റെ പേര് തന്നെ സോർദാർ എന്നാണ്. സംശയമുണ്ടോ? അതെ, എങ്കിലും ഇടിക്കൂ, കാണട്ടെ സോർദാർ. നിനക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. വേഗം. വേണ്ട വേണ്ട മിസ്റ്റർ റോക്കി, അത് തെറ്റാണ്. നിങ്ങളെ തല്ലിന്നുള്ള കാര്യം മാഡം എങ്ങാനും അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതെ, കൂടാതെ വീട്ടിൽ വരുന്ന അതിഥികളെ ആരെങ്കിലും ഇടിക്കുമോ? എങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ ഖന്ന സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇടിക്കാം. പേടിക്കണ്ട, നിങ്ങളുടെ മാഡം ഇതിനെ കുറിച്ച് അറിയില്ല, കാരണം എനിക്ക് പരിക്കൊന്നും പറ്റില്ല. വാവ്. അതെയോ? വാവ്, എന്തിനാ പേടിക്കുന്നത്? ഇടിച്ചോളൂ, കമോൺ, ഇടിച്ചോളൂ മാൻ, കമോൺ, ഇടിച്ചോളൂ, പേടിക്കണ്ട, ഇടിക്ക്. വാവ്, പേടിക്കാതെ ഇടിക്കുന്നേ, വേഗം. വാവ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരിക്കൊന്നും പറ്റിയില്ല, കാരണം നീ എന്നെ ഇടിച്ചേയില്ല. സോറി മാൻ, എനിക്ക് തമാശ കാണിക്കുന്നത് വളരെ ഇഷ്ടമാണ്. വാ, ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. നിങ്ങളിവിടെ തമാശ കളിച്ചിരിക്കുകയാണോ? ഞാൻ പിസ്സ ഉണ്ടാക്കാനായി മേഡത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചലിയ, ഞങ്ങള് മാഡത്തിന് ഹെൽപ്പ് ചെയ്യായിരുന്നു. എന്നാ നീ ഒരു കാര്യം പറയേ, നിനക്ക് എത്ര വേഗത്തിൽ ഇടിക്കാൻ സാധിക്കും? നിനക്ക് വട്ട? കുഞ്ഞളിയൻ എങ്ങനെയാ വലിയ അളിയനെ ഇടിക്കുക? അത് ശരിയാവൂല. കൂടാതെ മേഡം പറഞ്ഞ എന്ത് പറയും? നോക്ക്, നിങ്ങളുടെ മാഡം അറിയുക പോലുമില്ല, കൂടാതെ എനിക്ക് പരിക്കൊന്നും പറ്റുകയുമില്ല. വാവ്. മേഡം എന്തായാലും ഇത് അറിയില്ല, കാരണം എനിക്ക് പരിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. വാവ്, വേഗം എന്നെ വേഗം ഒന്ന് ഇടിക്കേ. അതെയോ? എന്റെ അമ്മച്ചി, മിസ്റ്റർ റോക്കി പറഞ്ഞത് വേദനിക്കില്ല എന്നാണ്, പക്ഷെ എനിക്കിപ്പോ വല്ലാതെ വേദനിക്കുന്നുണ്ട്. വരൂ കുട്ടികളെ, ഞാൻ റോക്കിയെ ജംഗിൾ സഫാരി കൊണ്ടുപോവുകയാണ്. നിങ്ങളും ഞങ്ങളുടെ കൂടെ വരൂ, നല്ല രസമായിരിക്കും. വരൂ. നമുക്ക് ശർമ്മ സാറിന്റെ അടുത്തുനിന്ന് കുതിരയെ കൊണ്ടുപോകാം.
ജംഗിൾ സഫാരിയിൽ കുതിരയുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഓ നോ, പിസയിൽ കോക്രോച്ചോ. ഔ. അതാ ഒരു പല്ലി. വാവ്, പേടിക്കണ്ട, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കോക്രോച്ചും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഇങ്ങനെ തമാശ കാണിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ, വരൂ നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്യാം. നീ വളരെ സൂക്ഷിക്കണം റോക്കി. അത് പ്രശ്നക്കാരനായ ഒരു കുതിരയാണ്. അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, കേട്ടല്ലോ? എല്ലാവരും വേഗം വാ, നമുക്കും പുറകെ പോയി നോക്കാം. അല്ല, അദ്ദേഹം എങ്ങോട്ടാ പോയത്? നോക്കണം മാഡം, കുതിരയുടെ ഫുഡ് സ്റ്റെപ്സ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇയാളുടെ തമാശ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇയാൾ ചെയ്യുന്ന ഒന്നും എനിക്ക് ഇഷ്ടമാവുന്നില്ല. മാഡത്തിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ഇയാൾക്ക് കൊടുക്കേണ്ട പണി ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. വാ, ഒളിച്ചു നിൽക്കാം. ഇനിയാണ് രസം. എന്റെ പറ്റി മേഡം, കാർണലിന്റെ കുതിര. കുതിര ചെളിക്കുടിനകത്ത് മുങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. മിസ്റ്റർ റോക്കി എവിടെ പോയി? പുറത്തെങ്ങും കാണുന്നില്ലല്ലോ. വേഗം വാ, നമുക്ക് കുതിരയെ ചെളിയിൽ നിന്ന് പുറത്തെടുക്കാം. ഇങ്ങോട്ട് നോക്കൂ മിസ്റ്റർ റോക്കി, നമ്മളെ എല്ലാരെയും പറ്റിക്കുകയായിരുന്നു. എന്റെ കൂട്ടുകാരെ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെവിയും വാലും അവിടെ വെച്ചിരിക്കുകയായിരുന്നു. മിസ്റ്റർ റോക്കി, ഈ തമാശ എന്തായാലും വളരെ ചീപ്പായി പോയി. പിന്നെ കോണലിന്റെ കുതിര എവിടെ? അതിവിടെ തന്നെയുണ്ട്. വരൂ. കൂട്ടുകാരെ, ഇങ്ങോട്ട് വരൂ. ഈ റോക്കിയെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. ഞാനൊരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, കേൾക്കൂ. ശരിക്കും എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? വരൂ. അല്ല, ഈ കുതിര ഇതെങ്ങോട്ട് പോയി? അത് ആ തലയില്ലാത്ത ആരാണ്? അയാൾ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. നമുക്ക് കർണലിന്റെ കുതിരയെ തിരിച്ചു കൊടുക്കണം. കുതിരയില്ലാതെ തിരിച്ചു പോയാൽ അദ്ദേഹം നിന്നെ ഇടിച്ച് സൂപ്പാക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോപ്പട്ടിനെ അയക്കാം. ഒരു ഷേപ്പും ഇല്ലാത്തവരാ പോപ്പട്ട്. അതുകൊണ്ട് അവൻ പോയ പ്രശ്നം ഉണ്ടാവില്ല. വേഗം വാ, കുതിരയെ കണ്ടെത്താം. നോക്കൂ, അതാ നിൽക്കുന്ന കുതിര. കുതിര ഇപ്പോൾ അവിടെ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് ഭൂതങ്ങളുടെ വീടാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സംശയമുണ്ടോ? അതെ അതെ മേഡം, ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ ഭീകരന്മാരായ ഭൂതങ്ങളുണ്ട്. സത്യമാണോ? അതെ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇതൊക്കെ വെറുതെയാണ്. അങ്ങനെ ഒന്നും തന്നെ ഇല്ല മിസ്റ്റർ റോക്കി. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. പ്രേതം വരികയാണെങ്കിലോ? അവരോടെന്തെങ്കിലും തമാശ കാണിക്ക്. സംശയമുണ്ടോ? മാഡം, വണ്ടി പുറകോട്ട് എടുക്ക, വേഗം. വേഗം നമുക്ക് ഈ വീട്ടിന്റെ പുറത്തേക്ക് പോകാം. അല്ല, ഗേറ്റ് തന്നെ അടഞ്ഞല്ലോ. എന്താ റോക്കി ഇത്? താൻ എത്ര ശക്തനാണ്? താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഈ ഭൂതത്തിൽ നിന്ന് നിങ്ങളാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്.
ഞാൻ എങ്ങനെയാ നിങ്ങളെ രക്ഷിക്കുക? ഞാൻ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മച്ചിയെ, പ്രേതം! എന്റെ അമ്മോ, പ്രേതം! എന്റെ ചേട്ടാ, കൊല്ലും കൊലവിളിയൊന്നും വേണ്ട. എന്ത് പ്രശ്നമായിരുന്നാലും നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതാണ് ഭയങ്കരനായ ഭൂതോട്, ഓടിക്കോ. ചേട്ടാ, എന്റെ അടുത്തേക്ക് വരരുത്. ഭൂതൻ ചേട്ടാ, ഈ അടി അങ്ങോട്ട് വാങ്ങിച്ചോ. ഹണി, പ്ലാൻ ബിയുടെ സമയമാണ്. ഇത് വെച്ചോ, വേഗം വാ. കുട്ടികളെ, റോക്കി കാണിച്ച എല്ലാ കാര്യങ്ങൾക്കുമായി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. അവൻ ഇത്രയും വലിയൊരു പേടിത്തൊണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. ആപത്ഘട്ടത്തിൽ നമ്മളെ തനിച്ചാക്കിയിട്ട് അവൻ ഓടി ഒളിച്ചിരിക്കുകയാണ്. മേഡം, ഞങ്ങളുടെ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് ഡ്രാമ? മാഡത്തിന്റെ ഫ്രണ്ട് ഞങ്ങളെ ഒരുപാട് ശല്യം ചെയ്യായിരുന്നു. അതുകൊണ്ട് തോത്താറാമുമായി ഒന്നിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. എന്ത്? അപ്പൊ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ നാടകമായിരുന്നോ? ആ ഹെഡ്ലെസ് തോത്താറാമായിരുന്നോ? യെസ് മാഡം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം തോത്താറാമനെ കണ്ടായിരുന്നു പേടിച്ചിരുന്നത്. എന്റെ ബോയ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടിങ്? കെറ്റിയോട് പറഞ്ഞ് എനിക്ക് ഫിലിമിൽ എന്തെങ്കിലും ഒരു ചാൻസ് വാങ്ങിച്ചു തരാൻ നോക്ക്. എനിക്കും തോന്നുന്നു ഭൂതത്തിന്റെ ക്യാരക്ടർ എന്തായാലും തോത്തറാമിന് കിട്ടും.